മോർണിംഗ് ഗൈസ്, ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗൈസ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. നല്ല സേഫായിട്ട് തന്നെ ഞാൻ എത്തി. എനിക്ക് നല്ല പണി കിട്ടി കേട്ടോ. ക്യാമ്പിൽ പോയിട്ട് നല്ല പണി കിട്ടി. ഇതെന്താണിത്? ഫുഡും കൊള്ളൂല, തീരെ കൊള്ളൂല ഫുഡൊന്നും. അപ്പം അതാണ് എനിക്ക് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ വന്നത്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ 2 സാധനങ്ങൾ അവിടെ നിന്ന് പെറുക്കി. ആരും കാണാണ്ട, ഞാനും അല്ല എൻ്റെ കൂടെ 2 ഫ്രണ്ട്സും പെറുക്കി എന്ന് വെച്ചാൽ പെറുക്കുക. ഞാൻ ഇവിടെ കോഴിക്കോട് പെറുക്കുക എന്ന് പറയും. പെറുക്കി എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പറയും, എന്താ പറയുക, ഞാൻ അവിടെ പോയ സാധനം പെറുക്കി വെച്ചാൽ എടുക്കുക. അവിടുന്ന് എടുത്ത് ആരും കാണാണ്ട് എടുത്ത് ആ പെറുക്കി എന്ന് പറയുന്നു. പെറുക്കുക അല്ലെങ്കിൽ പെറുക്കി. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ പറയാണ്, അമ്മ ഞാൻ ആ സാധനം പെറുക്കിട്ടോ, അമ്മ ഞാൻ ആ സാധനം പെറുക്കിയില്ല കഴിഞ്ഞ്. നമ്മൾ വേറെ നല്ല അച്ചടക്ക ഭാഷത്തോടെ കോഴിക്കോട് പറയണേ, അമ്മ ഞാൻ അവിടെ പോയപ്പോൾ ഒരു സാധനം പെറുക്കി പറയും, അല്ലെങ്കിൽ പെറുക്കി അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഭാഷ പറയാം. ഞാൻ ആടെ മീൻസ് അവിടെ. ഞാൻ ക്യാമ്പിന് കാലടി എറണാകുളത്തായിരുന്നു പോയത്. അപ്പോൾ അവിടുന്ന് ഒരു 2 സാധനം അങ്ങോട്ട് എടുത്ത്, ആരും കാണാണ്ട് അങ്ങോട്ട് എടുത്ത്. അപ്പം ആ 2 സാധനം പ്രത്യേകിച്ച് വല്ലതൊന്നും ഇല്ല. അതിനായിട്ട് ഞാൻ എൻ്റെ ബ്രഷസും പിന്നെ പെയിൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്താണ് ഈ സംഭവം ചെയ്യാനുള്ളത്. ഇതൊരു 2 കല്ലാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഷേപ്പിൽ വരുന്നൊരു കല്ലാണ്. ആക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ കല്ല്. ഇത് പ്രത്യേകിച്ച് ഇതിന് വാങ്ങാൻ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഞാനത് 2 എണ്ണം പെറുക്കി. അപ്പോൾ ഇതിൻ്റെ ഒച്ചയാണ് മേടിച്ചത്. നല്ല ഒച്ചയാണ്. പാറയ്ക്കൊക്കെ ഇടിക്കുന്ന പോലത്തെ ഒരു ഒച്ച. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വേറെ എന്തോട്ട് അടിക്കുകയാണ്. അല്ല, ഞാൻ കാണിച്ചു തരാം. ഇതാ തിരിച്ച് ഈ കല്ലിന് മേടിച്ച ആ സൗണ്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇവന്മാർക്ക്, കാണുന്ന പോലെയല്ല. ഇത് നമുക്ക് എന്തായാലും പെയിൻറ് ചെയ്യാം. ഞാൻ ബ്ലൂ, വൈറ്റ്, പർപ്പിൾ കളറില്ല, ഞാനൊരു റെഡ് കളർ ചൂസ് ചെയ്യും. അയ്യോ പോയി അസേഷൻ പോല പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ഈ കല്ലിനാണ് പെയിൻറ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് വൈറ്റ് കളർ. ഞാൻ ഓരോ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ ഇതൊന്നും ഞാൻ ഒന്നും ട്രൈ ചെയ്യേണ്ടത്. ജസ്റ്റ് ഞങ്ങൾ പെറുക്കി എന്നല്ല പറയൽ ഗൈസ്, എടുത്തിട്ടോന്നാണ് ഗൈസ്. പക്ഷേ ഞാൻ വേറെ ഭാഷ പഠിച്ചു അവിടെ പോയപ്പോൾ. അവരവിടെ പെറുക്കി എന്നാ പറയാം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആടെ പോയപ്പം ആടെ പോയപ്പോൾ അല്ല, ചില കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ പറയാം. നമ്മൾ വേറെ സ്റ്റേറ്റിന് വേറെ സ്ഥലത്ത് മീൻസ് കേരളയിൽ തന്നെ ഓരോ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അവലൊക്കെ വേറെ അല്ലേ പറയാം. പെറുക്കി കൊണ്ടുപോകുന്നു, ഞാൻ മറ്റേത് കൊണ്ടുപോകുന്നു, മറിച്ചത് കൊണ്ടുപോകുന്നു, അങ്ങനെയൊക്കെയല്ല പറയാം. പക്ഷെ ഞങ്ങൾ കോഴിക്കോട് അങ്ങനെയല്ല പറയാ. എന്നോട് അറിയാണ്ട് തെറ്റിപ്പോയി. അവിടുത്തെ ഫുഡിനൊന്നും ഒരു ടേസ്റ്റ് ഇല്ല ഗൈസ്. തീരെ വാരി വെക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് ബാഡാണ് ഫുഡൊക്കെ. ഭയങ്കര രസമുണ്ടോ, ക്യൂട്ടാ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഏട്ടാ? അച്ഛൻ വരെ പറഞ്ഞ് അങ്ങനെ ചെയ്യണ്ട. കൈമലക്കാവും പെയിന്റ് ശ്രദ്ധിക്കണം. ഓക്കെ, ഒരു പേപ്പർ വേണം.
അപ്പം ഞാൻ ഒരു പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റഡി ടേബിളിൻ്റെ മുകളിലാണ് ചെയ്തത്. അതാണ് ഓക്കെ. എനിക്ക് കാണുന്ന പോലെ വെക്കണ്ട. ഞാൻ പോയി ട്രൈപോഡ് എടുത്തിട്ട് വരാം. ഞാനങ്ങനെ ട്രൈപോഡ് എടുത്ത് വന്നിട്ടുണ്ട്. പെയിൻറ് ചെയ്ത് കൊടുക്കാം. സോ ബ്യൂട്ടിഫുൾ, സോ എലിഗന്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇച്ചിരി കൂടി ഒന്ന് ആക്കി കൊടുക്കാം. ഞാനിത് ഫാബ്രിക് അല്ല, ഫാബ്രിക് ആണ്, ചില ട്യൂബ് ഫാബ്രിക്. മറ്റേപോലത്തെ ഫാബ്രിക് ഒരു സുഖമില്ല. ഒപ്പം വരാവേ. അയ്യോ മാറിപ്പോയി ഭാഷ. ഇപ്പൊ വരാവേ പോയി. ഭയങ്കര നീറ്റായി കിട്ടാൻ ഇച്ചിരി പ്രശ്നമായതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വയ്ക്കാന്ന് വെച്ചാൽ മരമാറ്റത്തിന് തിരിച്ചു മരമാറ്റം ഞാൻ എന്തോ ഇതിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനത്തെ പാട്ടൊക്കെ പാടും കേട്ടാ. നിങ്ങളെ എന്തൊക്കെ വിചാരിച്ചത്? നല്ല ലാംഗ്വേജ് മാറ്റുണ്ട് എനിക്ക്. നിങ്ങൾ വേറെ ഏതൊക്കെയോ ഭാഷ, കോഴിക്കോടല്ല, വേറെ സ്റ്റേറ്റിലുള്ള സ്റ്റേറ്റ്, കേരളത്തിൽ സംസ്ഥാനമല്ല, ഈ കാസർഗോഡ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, അവിടെ ഉള്ള പോലെയൊക്കെ സംസാരിച്ചു പോവുകയാണ്. എനിക്കും ഇഷ്ടപ്പെടുന്നില്ല ആ ഭാഷ. എത്രയോ നമ്മൾ കോഴിക്കോട് വരാൻ ശ്രമിക്കുന്നുണ്ട്. കോഴിക്കോട് വരുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ എനിക്ക് നല്ലത്. അത് ഇത്തിരി കാലം അമ്മയുടെ കൂടെ നിന്ന്, അമ്മയുടെ കൂടി എന്താ കോഴിക്കോട് നിന്ന് കഴിഞ്ഞാൽ മതി. അപ്പം നമുക്ക് എന്താവും റെഡി. സങ്കടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ. ഓ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിട്ടാനുണ്ടോ ബ്ലൂ ഇങ്ങനെ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വരണേ ഞാൻ അവിടെയും ജസ്റ്റ് ബാക്കിൽ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇച്ചിരി റെഡ് അപ്ലൈ ചെയ്യാം. വരുന്ന അതൊന്നും കൂടെ ഒന്ന് റെഡിയാക്കി തന്നാൽ മതി അമ്മ. എൻ്റെ കല്ലുപാണി കഴിഞ്ഞു. അത് ഞാൻ തിരിച്ചെന്താക്കി കഴുകി അവിടെ ഇതിൻ്റെ നമ്മൾ കൊണ്ടുവച്ചു. ഞാൻ പെയിൻ്റൊന്നും ചെയ്തില്ല, കഴുകിക്കളഞ്ഞു.